സാർ ഈ പാല് തിളച്ചിട്ട് കിഴക്ക് ഭാഗത്തേക്ക് മറിയണം. അതെന്നോടല്ല, പാലിനോട് പറയൂ, എന്നോട് പറഞ്ഞ എന്താ കാര്യം? ലാലിനിടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഔട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഇതേപോലെ ലാലേട്ടൻ ഫുഡ് ഉണ്ടാക്കിയത് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാനോ വല്ല സാധിച്ചിട്ടുണ്ടോ? ഒരിക്കൽ അതെന്ത് ഫുഡാന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് വർഷമായി. അത് സാർ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് മുരളിയേട്ടൻ എനിക്ക് ഫുഡ് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാ. സാറിന് ഭയങ്കര കൈപ്പുണ്യം, ഫുഡിൽ എപ്പോഴും കൈപ്പുണ്യല്ലേ. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. സാർ അധികം പുറത്തുള്ള ഫുഡാണ് തോന്നുന്നു കൂടുതലും ഉണ്ടാക്കുക. നമുക്കത് കഴിക്കാൻ പോലും അറിയില്ല. സാർ അത് ഉണ്ടാക്കും. അങ്ങനെ സാറിന് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ സാർ അത് കൊടുക്കാറുണ്ട്. അത് അവർ എൻജോയ് ചെയ്യുന്ന സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഇവിടെയും ഇപ്പോൾ ഇവിടുത്തെ ഫ്ലാറ്റൊക്കെ സാറാണ് പിന്നെ ഒരു കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുണ്ടന്നൂർ പറഞ്ഞ സ്ഥലത്ത് സാറിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ ഇതേപോലെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഹൗസ് വാമിംഗ് ആണ്, രാവിലെ എത്തണം എന്ന് പറയുന്നു. വേറൊരു ഇൻസിഡൻ്റാണ്. ഞാൻ രാവിലെ 4:30-5 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തുന്നു. അവിടെ എത്തി ഭയങ്കര രസമായിട്ട് ഫ്ലാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ് എത്തിയിട്ടില്ല. ഒരു ഗണപതിൻ്റെ ചെറിയൊരു വിഗ്രഹമുണ്ട്. അപ്പോൾ സുജി മാമുണ്ട്, മാലയൊക്കെ ഇട്ട്. അപ്പോൾ ഞാനും അതൊക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എല്ലാം വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഏത് ഭാഗത്തേക്കാണ് കിഴക്ക് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവിടുന്ന് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, ഏതാണ് കിഴക്ക്? അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് കിഴക്ക് എന്ന് പറഞ്ഞു. എനിക്ക് വലിയ പിടിയൊന്നുമില്ല കിഴക്ക് എന്താണെന്ന്. പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കിഴക്ക്. അതെന്തോ കാര്യത്തിൽ അത് കറക്റ്റായി, അത് തന്നെയായിരുന്നു കിഴക്ക്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നുള്ള രീതിയിലായി. അപ്പം അന്ന് പൂജാരി ഇല്ല അവിടെ, ശരിക്കും ഇതിനൊരു പൂജ നടത്തില്ല, അതിനാരുമില്ല. അപ്പം ഞാൻ ഈ മാലയൊക്കെ ഇടുന്ന കണ്ടപ്പോൾ അവിടെ ഉള്ള കുറച്ച് പേര് വിചാരിച്ചു എനിക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിവുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ഇതൊക്കെ കഴിഞ്ഞു നേരെ അവിടുത്തെ ചെറിയ കുഞ്ഞു പൂജ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ പാല് കാച്ചണമല്ലോ, നമ്മൾ പാല് തിളച്ച് വീഴണമല്ലോ, അതാണല്ലോ ചടങ്ങ്. സാറിൻ്റെ കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഞങ്ങളും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. വലിയൊരു ചെമ്പാണ് ആകെ അവിടെ ഉള്ളത്. ആ ചെമ്പിൽ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചാൽ അടുത്ത കാലത്തൊന്നും തിളയ്ക്കില്ല. അങ്ങനെ ഒരു ചെമ്പൊക്കെ അറേഞ്ച് ചെയ്ത് ആ ചെമ്പിൽ വെച്ച് അപ്പം ഞാൻ എന്താക്കിയ ഈ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് ഇത് തിളയ്ക്കണപ്പോൾ അനിച്ചേട്ടൻ നിൽക്കുന്നുണ്ട്, ലാൽ സാറ് നിൽക്കുന്നുണ്ട്, എല്ലാവരും നിൽക്കുന്നുണ്ട്, ഞാനും അടുത്ത് നിൽക്കുന്നുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പയ്യന്മാർ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഈ പാല് തിളച്ചിട്ട് കിഴക്ക് ഭാഗത്തേക്ക് മറിയണം. അതെന്നോടല്ല, പാലിനോട് പറയൂ, എന്നോട് പറഞ്ഞ എന്താ കാര്യം? ഞാനങ്ങ് ചടകൊളായി. ഇത്രയും ആൾക്കാരും സാറിന് പറഞ്ഞ്, സാറ് പറഞ്ഞ കറക്റ്റ് അല്ലേ, സാറിനോട് പറഞ്ഞ തന്നെ പാലല്ലേ തീരുമാനിക്കണ്ടേ എങ്ങോട്ട് മറിയണമെന്ന്. നമുക്കൊരു വഴിയുണ്ട്, സൈഡിലൊന്ന് പൊക്കി പിടിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൗണ്ടർ ചെയ്യും സാറ്. ഭയങ്കര സൂപ്പറായിട്ട് കൗണ്ടർ ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന നല്ല പറയാം, അതെന്നോട് എന്തിനാ പറയണേ, പാലിനോട് പറയൂ, കിഴക്കോട്ട് മറിയണം. അങ്ങനെ കുറേ അത് എല്ലാവരുടെ അടുത്തും, എൻ്റെ അടുത്തൊന്നും മാത്രമല്ല, ഞാൻ കേട്ടതല്ലേ പറയാൻ പറ്റത്തുള്ളൂ.